വിജയം കരസ്ഥമാക്കിയ റാങ്കുകളും കോളേജ് ടോപ്പേഴ്സുമായ ആ മക്കളെയും നമ്മൾ ഇവിടെ ആദരിക്കുന്നുണ്ട്. നമ്മൾ ഈ വർഷം ഇവിടെ ഒരു സമ്മർ ക്യാമ്പ് നടത്തിയിരുന്നു. ഈ സമ്മർ ക്യാമ്പിൽ സക്സസ്ഫുൾ ആയിട്ട് ആ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്ത ഒരാളിന്റെ ഉണ്ട്, ഒരു മെമ്പർ തന്നെയാണ്. ആ മെമ്പറെ നമ്മൾ ഇവിടെ ആദരിക്കുന്നുണ്ട്. സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അവരെ ആദരിക്കുന്നതിനും അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് മെറിറ്റ് അവാർഡ്. എഡ്യൂക്കേഷണൽ സൊസൈറ്റി വിദ്യാഭ്യാസ അവാർഡുകൾ കൊടുത്തും സ്കോളർഷിപ്പ് കൊടുത്തും പഠന ഉപകരണങ്ങൾ കൊടുത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയപ്പോൾ വലിയ മനോഭാവം, കച്ചവട മനോഭാവത്തിലേക്ക് മാറുകയാണ്. എന്തായാലും MAS ആ കാര്യത്തിലൊക്കെ വിദ്യാർത്ഥികളോടായാലും രക്ഷിതാക്കളോടും നീതി പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നല്ലൊരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ MAS എന്ന വിദ്യാഭ്യാസ സ്ഥാപനം വളരെ ജാഗ്രതയോടുകൂടി ജാഗരൂകരായാണ് അതിൻ്റെ മാനേജ്മെൻ്റായാലും അധ്യാപകരായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു പുതിയ നല്ല തലമുറ ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്നില്ല. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നല്ല ഒരു മനുഷ്യനായി വളർത്തുവാനും നമ്മുടെ കുട്ടികളെ നമുക്ക് സാധിക്കും. അതിനാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ കൂടെ നല്ല മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത്. സ്പീക്കറൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യുക. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ നടത്തൊരു ക്യാപ്ഷൻ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹപാഠി ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു വലിയ ശമ്പളം, ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ സഹപാഠി. ഞാനൊക്കെ പഠിക്കാൻ ആ തരത്തിൽ വളരെ മോശമായിരുന്നു. പക്ഷേ ആ കമ്പനിയുടെ മുതലാളി ആരാ? ഞാനാണ്. എനിക്കൊരു കൈയടി ഒന്നോടെ. ഞാനല്ല, ബിൽ ഗേറ്റ്സാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലും അക്കാഡമിക് ഇതിലെ തോറ്റ് തുന്നം പാടിയൊക്കെ നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത്രയും പെർഫോമൻസ് ചെയ്ത് നമ്മൾ അക്കാഡമിക്കൽ കാണിച്ചില്ലായിരുന്നെങ്കിൽ, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇന്ന് ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നേരത്തെ പറഞ്ഞ മാതിരി വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി സക്കീർ ഹുസൈൻ ഇരിക്കില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു മനഃശാസ്ത്രത്തിന്റെ റിസർച്ചിൽ പറയുന്നത്. നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സുകൾ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്ഥിരോത്സാഹത്തിൻ്റെയും ഫലമായാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്.
പലതും സംഭവിക്കും. ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്, പുറകെ തൊടാതെ. ക്ലിയർ ആണല്ലോ? അതിനുശേഷം വേറെ സാധനം പറഞ്ഞു, എന്റെ പാർട്ണറെ കുറിച്ച് പറഞ്ഞു അല്ലേ. 15 വർഷം ഗ്ലോബൽ എക്സ്പോഷറുള്ള ആളാണ്. വേൾഡില് 2nd റാങ്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ് വർക്ക് ചെയ്യണേ. അവിടുത്തെ ട്രെയിനിങ് മാനേജർ കൂടിയാണ്.